പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്ക് ബ്രൂവറി നിർമ്മിക്കാൻ അനുമതി നൽകിയതിൽ പ്രതിഷേധം കനക്കുന്നു. ബ്രൂവറി നിർമ്മിക്കാൻ അനുമതി ലഭിച്ച ഒയാസിസ് കമ്പനിയുടെ സ്ഥലത്ത് യൂത്ത് കോൺഗ്രസ് കൊടികുത്തി. നാളെ എലപ്പുള്ളി പഞ്ചായത്ത് അടിയന്തര ഭരണസമിതി യോഗം ചേരും. പദ്ധതി പ്രദേശത്തെ ജലക്ഷാമം പരിഗണിച്ച് അനുമതി പിൻവലിക്കണം എന്നാണ് ആവശ്യം. നാളെ യൂത്ത് കോൺഗ്രസും പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് വളരെ ആശങ്കയിലാണ്. ഇവിടുത്തെ ജനങ്ങൾ കഴിഞ്ഞ 2-3 ദിവസമായി മാധ്യമങ്ങളിൽ കൂടെ ഇത്തരം വിവരങ്ങൾ അറിയുന്നത് മാധ്യമങ്ങളിൽ കൂടെയാണ്. അപ്പോൾ നമുക്ക് പഞ്ചായത്തിന് രേഖാമൂലം യാതൊരു അപേക്ഷയും ലഭിച്ചിട്ടില്ല. ഒരു സ്ഥലം നികത്തുന്നതിനോ അല്ലെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റിനോ മറ്റെന്തിനെങ്കിലും ഒരു അപേക്ഷയും ലഭിച്ചിട്ടില്ല. മണ്ണും ജലവും മലിനമാക്കുന്ന ഏത് സംവിധാനത്തിനെയും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ ഒരു കാരണവശാലും കഴിയില്ല. ശക്തമായ എതിർപ്പുണ്ടാകും. നോക്കൂ, നമ്മുടെ വളർന്നു വരുന്ന മക്കൾക്കും പേരമക്കൾക്കും ദാഹമകറ്റാൻ കുടിവെള്ളം ചോദിച്ചാലും നമ്മൾ ഈ മദ്യം എടുത്തു കൊടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഞങ്ങളെ അമ്മമാരെയും മുത്തശ്ശിമാരെയും മാറ്റുക എന്ന് പറയുന്നത് സമൂഹത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്. അവരെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ്. എലപ്പുള്ളി പഞ്ചായത്തിൽ കുടിവെള്ളത്തിന് വളരെയധികം കഷ്ടപ്പാട് പ്രവർത്തിക്കുന്നതാണ്. ഒരുപാട് ചെറിയ ചെറിയ യൂണിറ്റുകൾ വെച്ചിട്ടാണ് വെള്ളം കുടിക്കാൻ തന്നെ പോകുന്നത്. അത് തന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ വെള്ളം ഇല്ലാതെ വീണ്ടും ബോറടിച്ചിട്ട് പോകും. ഇപ്പോഴാണ് കുന്നങ്കാട്ട് പതി വെള്ളം തന്നെ 50% തന്നെ എത്തിക്കുന്നത്. അതാണ് പഞ്ചായത്ത് ഓൺ ഫണ്ട് വെച്ചിട്ടാണ് കുടിവെള്ളം സപ്ലൈ ചെയ്യണത്. ഈ ഒരു സാഹചര്യത്തിൽ ഇതുപോലൊരു മണ്ണുക്കാട് ഒരു കൃഷി മേഖലയാണ്. ആ മേഖലയിലൊരു ഈ സ്ഥാപനം വരുന്നതിന് പഞ്ചായത്ത് ഒരിക്കലും സമ്മതിക്കില്ല. അത് എതിർക്കുന്നതോടുകൂടി നിങ്ങൾ ആവശ്യപ്പെടും. പഞ്ചാബ് സർക്കാർ പൂട്ടിച്ച സാഹചര്യമുണ്ട്. ഡൽഹിയിലെ 100 കോടി രൂപയ്ക്ക് അടുത്ത് വരുന്ന മദ്യ അഴിമതി, ആ മദ്യ അഴിമതിയിലെ ചീഫ് പാർട്ണറായിട്ടുള്ള കമ്പനിയാണ് ഈ ഒയാസിസ്. പാലക്കാട്ട് തന്നെ ഇത് കൊണ്ടുവരുന്നതിന് ന്യായമായി പറഞ്ഞിരിക്കുന്നത് ഒന്ന് കൃഷിയെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണെന്ന്. എങ്ങനെയാണ് കൃഷിയെ മദ്യ കമ്പനി സഹായിക്കുന്നത്? ഈ നെൽപ്പാടങ്ങളിൽ വെള്ളമൊഴിക്കുന്നതിന് പകരമായിട്ട് എല്ലാ കാര്യങ്ങളും പരിശോധിച്ചാണ് മദ്യക്കമ്പനിക്ക് അനുമതി നൽകിയതെന്നും നിയമസഭയിൽ വിശദമായ മറുപടി നൽകുമെന്നും എക്സൈസ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. പുതിയ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് വരികയാണ്. അങ്ങനെയാണ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട മദ്യനിർമ്മാണ കമ്പനി കേരളത്തിൽ അവരുടെ പ്ലാന്റ് ആരംഭിക്കുന്നതിന് അപേക്ഷ തന്നത്. നിലവിലുള്ള നിയമവും ചട്ടവും അനുസരിച്ച് സൂക്ഷ്മമായി പരിശോധിച്ച് സർക്കാർ അതിന് ശരിയായ രീതിയിൽ എല്ലാ പരിശോധനകൾക്കും ശേഷം അനുമതി നൽകി. അത്രയും സുതാര്യമായ രീതിയിൽ നടന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന വിവാദം വെറും രാഷ്ട്രീയ ലാഭം മാത്രം വെച്ചുകൊണ്ടാണ്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ്. പ്രസാദ്, ഈ ബ്രൂവറിയുമായി മുന്നോട്ടു പോയാൽ സമരം എന്ന് UDF പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം പ്രദേശവാസികളും വല്ലാത്ത ആശങ്കയിലാണ്. കാര്യങ്ങളെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിരുന്നു, സുതാര്യമായിരുന്നു എന്ന് മന്ത്രി പറയുമ്പോഴും ആ പ്രദേശവാസികളെ വിശ്വാസത്തിൽ എടുത്തിരുന്നില്ല എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ? എന്താണ് ആ സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ? ലക്ഷ്മി, ഇപ്പോൾ ഇവിടെ സ്ഥലത്ത് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ BJPയുടെയും പ്രതിഷേധം നടക്കുകയാണ്. പാലക്കാട് MP VK ശ്രീകണ്ഠൻ തന്നെ ഈ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഈ പദ്ധതി പ്രദേശത്തേക്ക് ഒയാസിസ് കമ്പനി ഏറ്റെടുത്തിട്ടുള്ള 24 ഏക്കർ സ്ഥലത്തേക്ക് VK ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീകണ്ഠൻ കൂടി ചേരുന്നുണ്ട്. അതിനൊക്കെ ന്യായീകരണമായിട്ട് വന്നു. അങ്ങനെ CPMന്റെ നേതാക്കന്മാർ ഇവിടെ പുറത്തിറങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മമാർ ഇവിടുത്തെ ഈ ഭാഗത്തല്ല, തൊട്ടപ്പുറത്താണ്, അവർ വീടിൻ്റെ മുമ്പിൽ ചൂലുമായിട്ട് നിൽക്കുന്ന കാഴ്ച കാണാനിടയായി. അപ്പോൾ ഈ ആരാണ് ഇവിടെ ബീർ കമ്പനി കൊണ്ടുവരുന്നത് നോക്കാൻ കാത്തു നിൽക്കുകയാണെന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ നല്ല ചൂടുള്ള നല്ല ചുണയുള്ള അമ്മമാരുടെ നാടാണിത്. ഇതിൻ്റെ കാരണം എന്താ അറിയോ? കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ എത്രയോ വർഷമായിട്ട് ഈ പഞ്ചായത്ത് ഭരിച്ചത് CPM ആണ്. വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട്. ഈ കഴിഞ്ഞ 3.5 വർഷം മുമ്പാണ് CPMന്റെ ഭരണം ഇവിടെ നഷ്ടമാകുന്നത്. അപ്പോൾ CPMന്റെ ഒരു കുത്തക പഞ്ചായത്താണ്. അപ്പോൾ എന്തും ചെയ്യാം, ആരും അതിന് എതിര് പറയില്ല. അങ്ങനെയുള്ള ഒരു നിലപാടാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ 2018 ആ തീരുമാനം
ഗവൺമെൻറ് തീരുമാനിച്ച് അത് പുറത്തു വന്നതോടുകൂടി അതിശക്തമായ പ്രതിഷേധം ഉണ്ടായി. ആയിരക്കണക്കിന് അമ്മമാർ, സ്ത്രീകളാണ് അന്ന്, അല്ല അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ആയിരക്കണക്കിന് അമ്മമാരാണ് അന്ന് വന്നത്. ഈ പ്രതിഷേധം കണ്ടുകൊണ്ടാണ് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ടി പി രാമകൃഷ്ണൻ എക്സൈസ് വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്ന ആ തീരുമാനം പൊടുന്നതിനെ പിൻവലിച്ചു. ഇവിടെ മാത്രമല്ല, കേരളത്തിൽ 4ഓളം ഡിസ്റ്റിലറികളും ബ്രൂവറീസും തുടങ്ങാനാണ് തീരുമാനം. അപ്പോൾ ഇത് ഇപ്പോഴത്തെ ഒരു ന്യായവാദം, കേരള സംസ്ഥാന ഗവൺമെൻറ് മദ്യനയം മാറ്റുകയാണ്. ആ മദ്യനയം മാറ്റുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പൊതുജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ പബ്ലിക്കിനോട് ചർച്ച ചെയ്തിട്ടോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോട് ആലോചിച്ചിട്ടോ ഒന്നുമല്ല ഒരു നയം മാറ്റുന്നത്. ഒരു നയമെന്ന് പറഞ്ഞ് ഗവൺമെൻറ് നയം രൂപീകരിക്കുമ്പോൾ നടത്തേണ്ട പ്രാഥമികമായ ചർച്ച നടത്തിയില്ല. പക്ഷേ ഈ നയം മാറ്റാനുള്ള കാരണം, അതായത് 30 വർഷം മുമ്പേ ഈ കേരളത്തിൽ ഡിസ്റ്റിലറിയും ബ്രൂവറീസും വേണ്ടാന്ന് തീരുമാനമുണ്ട്. ആ തീരുമാനത്തെ മറികടക്കാൻ ഈ ഒയാസിസ് കമ്പനിയുടെ അപേക്ഷ കിട്ടേണ്ടി വന്നു ഗവൺമെൻറ്റിന്. വളരെ വിചിത്രമാണ്. ആ അപേക്ഷ കിട്ടി 1 വർഷക്കാലം. ആദ്യം ആ അപേക്ഷ നിരസ്കരിച്ചു. അതിനുശേഷം 1 വർഷം കഴിഞ്ഞിട്ടാണ് ഈ കമ്പനിക്ക് വേണ്ടിയാണ് ഒരു നയം കേരളത്തിൽ ഇവർ രൂപീകരിച്ചതെന്ന് സംശയദൃഷ്ടിയ നോക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ കമ്പനിയെക്കുറിച്ച് ഇത് പുറത്തു വന്ന മന്ത്രിസഭാ തീരുമാനം പുറത്തു വന്നതോടുകൂടി ഇതിനെ ന്യായീകരിച്ചിറങ്ങുന്ന എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഞാൻ കണ്ടു. അപ്പോൾ 600 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരണ്ടേ നാട്ടിൽ എന്ന് ചോദിക്കുകയാണ്. ചോദിക്കുമ്പോൾ അതിൽ എത്രത്തോളം ആത്മാർത്ഥതയാണെന്നറിയോ? ഈ നാട്ടിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പാലക്കാട് ജില്ലയിൽ ഒരു വൻ വ്യവസായം വരുമ്പോൾ എന്തിനാണ് അതിനെ എതിർക്കുന്നത്? പിന്നെ ഒരു കമ്പനി അപേക്ഷ തന്നാൽ അത് ടെൻഡർ വിളിക്കേണ്ട കാര്യം എന്താണ്? അങ്ങനെ ബാറിന് ടെൻഡർ വിളിച്ചിട്ടാണോ കൊടുക്കുന്നത്? ഔട്ട്ലെറ്റ് വരുന്നത് ടെൻഡർ വിളിച്ചിട്ടാണോ? ഇങ്ങനെ ബാലിശമായ ചോദ്യങ്ങൾ ചോദിച്ച് ആ കമ്പനിക്ക് അനുകൂലമായ നിലപാടെടുക്കുക. ആ കമ്പനി പ്രശസ്തമായ രീതിയിൽ 1/4 നൂറ്റാണ്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന്. ഏതാ പ്രശസ്തമായ രീതി അറിയോ? പഞ്ചാബിലെ അവിടുത്തെ കുടിവെള്ള സ്രോതസ്സുകൾ കിലോമീറ്ററുകളോളം അവിടെ മാലിന്യം താഴ്ത്തി, അതും കുഴൽക്കിണർ ഉപയോഗിച്ച് മാലിന്യം താഴ്ത്തി ജനങ്ങൾ പ്രതിഷേധിച്ച് ആ കമ്പനി പൂട്ടിച്ചു. എവിടെ? പഞ്ചാബിൽ. അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞു, ഇവിടെ പ്രകൃതിയെ കൊള്ള നടത്തുന്ന ഒരു വ്യവസായം ഇവിടെ വേണ്ട, ജനങ്ങളെ കൊള്ള നടത്തുന്ന ഈ വ്യവസായത്തിന് കൂട്ടിക്കില്ല. ആ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജയിലിൽ പോയില്ല. കാരണം അദ്ദേഹത്തിന് തന്നെ വേറൊരു നേതാവ് ജയിലിൽ കിടക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ആരാ? അരവിന്ദ് കെജ്രിവാൾ. മാനാണ് എവിടെ? ഇവിടുത്തെ പഞ്ചാബിലെ മുഖ്യമന്ത്രി. അദ്ദേഹമാണ് അവിടുത്തെ ഈ മാലിന്യം കുഴൽക്കിണർ ഉപയോഗിച്ച് ഏക്കർ കണക്കിന് ഭൂമിയിൽ നിക്ഷേപിച്ചപ്പോൾ അതിന് ജനങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ പൂട്ടാൻ വേണ്ടി തീരുമാനിച്ചു. അതിനൊരു മുന്നനുഭവം ഡൽഹിയിലെ മദ്യ നയ കേസുമായിട്ട് ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നു പറഞ്ഞു. ഈ കമ്പനിയുടെ മൽഹോത്രയാണ് ജയിലിൽ കിടന്നിട്ടുള്ള ഒരാൾ. 128 കോടിയാണ് അയാളുടെ കണ്ടുകെട്ടിയത് ED. ഇതൊന്നും അറിയാത്ത പൊട്ടം കളിക്കുന്ന MP രാജേഷിനെ പറ്റിയിട്ട് എന്താ പറയാൻ പറ്റുക? അതായത് പുള്ളി പറഞ്ഞത് UP-യിലും മധ്യപ്രദേശിലും ഹരിയാനയിലൊക്കെ ഈ കമ്പനി പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിക്കേണ്ടെന്നാണ്. കുപ്രസിദ്ധമായ രീതിയിൽ ഡൽഹിയിലും പഞ്ചാബിലും ഇതേ കമ്പനിയാണ് പ്രവർത്തിച്ചത്. ഇതൊക്കെ മൂടി വെച്ചാൽ അങ്ങനെ അടഞ്ഞിരിക്കുന്നതാണോ? ഈ ഒരു പുതിയ ലോകത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യ എല്ലാവരുടെയും വിരൽത്തുമ്പിലാണ് കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ വിഡ്ഢികളുടെ സ്വർഗ്ഗലോകത്തുള്ള രാജേഷ് ഈ കമ്പനിയെ ന്യായീകരിച്ചത് കോടിക്കണക്കിനൂടെ അഴിമതി പണം കൈപ്പറ്റിയതിൻ്റെ തെളിവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ അങ്ങനെ മന്ത്രിസഭ അങ്ങോട്ട് തീരുമാനിച്ചു. മന്ത്രിസഭയ്ക്ക് അങ്ങനെ പലതും തീരുമാനിക്കാൻ അധികാരമുണ്ട്. അപ്പോൾ എന്താ പറയുന്നതെന്നറിയോ? ചട്ടവും നീതിയും ഒക്കെ നോക്കിയിട്ടാണ്, നിയമമൊക്കെ നോക്കിയിട്ടാണ് തീരുമാനിച്ചതാണ്. ചട്ടവും നിയമവും നോക്കാതെ എങ്ങനെയാണ് ഒരു മന്ത്രിസഭയിൽ അനുമതി ഉണ്ടാകാൻ പറ്റുക? അപ്പോൾ ചട്ടവും നീതിയും മറികടന്നു ഇവർ ചെയ്യുന്നുണ്ട് വേറെ കാര്യങ്ങളെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഇത് ചട്ടവും നിയമമൊക്കെ പാലിച്ചിട്ടാണെന്നാണ്. അപ്പോൾ കമ്പനിക്ക് ആവശ്യമായ വെള്ളം ആര് കൊടുക്കും? വാട്ടർ അതോറിറ്റി കൊടുക്കും, സർക്കാർ കൊടുക്കുന്ന ഉറപ്പ് കൊടുത്തിരിക്കുക. പച്ചവെള്ളം കുടിക്കാനില്ലാത്ത ഈ നാട്ടിലെ ജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി അലയുമ്പോൾ, ലോറിയിൽ വെള്ളം കൊണ്ടുവരുമ്പോൾ നാണമാനുണ്ടോ ഈ MP രാജേഷിന്? സ്വന്തം നാട്ടിൽ സ്വന്തം ജില്ലയിൽ ഈ കരാറ് കമ്പനിക്കാർ, ഈ മദ്യ കമ്പനിക്കാർക്ക് വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് വലിയ ആവേശത്തോടു കൂടി പ്രതികരിക്കുകയാണ്. അപ്പോൾ ഈ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഇവിടെ എത്രയോ വർഷങ്ങളായിട്ട് സ്വന്തമായിട്ടൊരു കുടിവെള്ള പദ്ധതിയില്ല. പലയിടത്തും കുഴൽക്കിണർ കുടിച്ച വെള്ളം കിട്ടുന്നില്ല. 500ഓളം കുഴൽക്കിണറുണ്ട്, 400ഓളം എണ്ണം പ്രവർത്തിക്കുന്നുണ്ട്, 100-ലധികം ഇപ്പോൾ ഒരു തുള്ളി വെള്ളം ഇല്ലാതിരിക്കുക. അപ്പോൾ ഇവിടെ ബൃഹത്തായ ഒരു ജലപദ്ധതി ഇല്ല. വാളയാർ ഡാമിൽ നിന്നാണ് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇവിടെ കൊണ്ടുവരുന്നത്. ഇതൊന്നും അറിയാത്ത ആളാണോ? 10 വർഷം ഇവിടെ MP ആയിരുന്ന ആളല്ലേ ഈ MP രാജേഷ്? ഈ ജില്ലയും ഈ കേരള സംസ്ഥാനത്തുള്ളതല്ലേ? മന്ത്രിയുടെ സ്വന്തം ജില്ലയിലെ കാര്യങ്ങൾ പഠിക്കാനോ അറിയാനോ ജനങ്ങൾ
ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ കഴിയാതെ ഒരു ഭരണാധികാരി പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ ഇതാണ് സിംഗൂരും നന്ദിഗ്രാമിലും ഉണ്ടായത്. അവിടുത്തെ ജനങ്ങളെ, അവിടുത്തെ പ്രയാസങ്ങളെ മനസ്സിലാക്കാതെ പോലീസിനെയും പട്ടാളത്തെയും കൊണ്ടുവന്ന് മൾട്ടിനാഷണൽ കമ്പനികളെ താഴെ ഇറക്കാൻ നോക്കിയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിൽ എന്നേക്കുമായിട്ട് ഇല്ലാതായതെങ്കിൽ, ഭരണത്തിലേക്ക് ഇനി ഒരു കാലത്തും അവിടെ തിരിച്ചു വരില്ല എന്ന് ഉറപ്പുണ്ടാക്കിയതെങ്കിൽ ഈ മന്ത്രിസഭാ തീരുമാനം കേരളത്തിൽ ഇനി ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഒറ്റ കാര്യമാണ് എനിക്ക് പറയാനുള്ളൂ. മന്ത്രിസഭ തീരുമാനിച്ചു. ആ മന്ത്രിസഭാ തീരുമാനത്തിനെ കമ്പനിയെയൊക്കെ ന്യായീകരിച്ചു. ഈ മന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. സർക്കാർ ഉടമസ്ഥതയിലുള്ള ചിറ്റൂർ ഷുഗേഴ്സ് ഇതേ പഞ്ചായത്തിലാണ് ഭൂരിപക്ഷം സ്ഥലം, മേനോമ്പാറ അല്ലേ? ഭൂരിപക്ഷം സ്ഥലവും നമ്മുടെ പഞ്ചായത്ത്. ബാക്കി വടകര പഞ്ചായത്തിൽ അല്പസ്ഥലമുണ്ട്. 14 വർഷം മുമ്പേ തീരുമാനിച്ചാണ് ചിറ്റൂർ ഷുഗേഴ്സ് പൂട്ടിയിട്ട് മലബാർ ഡിസ്റ്റിലറി എന്നുള്ളൊരു കമ്പനി ആരംഭിച്ചിട്ട് അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയി. കഴിഞ്ഞ 4 വർഷം മുമ്പ് വാട്ടർ അതോറിറ്റിക്ക് ബീവറേജ് കോർപ്പറേഷൻ, ബീവറേജ് കോർപ്പറേഷൻ ഈ മന്ത്രിയുടെ കീഴിലുള്ള കോർപ്പറേഷനാണ്. ആ കോർപ്പറേഷൻ 2 കോടി രൂപ അടച്ചു. എന്തിനറിയോ? പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടി. കുറേ പൈപ്പ് കൊണ്ടുവന്ന് ഇറക്കി ഇല്ലേ? പൈപ്പ് അവിടെ കിടക്കുന്നുണ്ട്, വെള്ളം വന്നിട്ടില്ല ഇതുവരെ. അവർക്കും വാട്ടർ അതോറിറ്റി വ്യവസായ അടിസ്ഥാനത്തിൽ വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞാണ്. ആരുടെയാണ് കമ്പനി? സംസ്ഥാന സർക്കാരിൻ്റെ കമ്പനിയാണ്. ഈ ഡിസ്റ്റിലറി ഉണ്ടാക്കാൻ, ബ്രൂവറി ഉണ്ടാക്കാൻ. ഇനി എന്താ അദ്ദേഹം പറഞ്ഞതെന്നറിയോ? കേരളത്തിലൊരു പുതിയ ബ്രാൻഡ് ഇറക്കുന്ന. എന്ത് ബ്രാൻഡാണെന്നറിയോ? ഷർട്ടും മുണ്ടുമല്ല, അവരിറക്കാൻ പോകുന്ന ബ്രാൻഡിയുടെ ഒരു പുതിയ ബ്രാൻഡാണ്. അപ്പോൾ കേരള ബ്രാൻഡി എന്ന് പറഞ്ഞ് പുതിയ ഒരു സംരംഭം ആരംഭിക്കുക. എവിടെ ആരംഭിക്കുന്നത്? ഈ ചിറ്റൂർ ഷുഗേഴ്സ് പൂട്ടിയ സ്ഥലത്ത് മലബാർ ഡിസ്റ്റിലറീസ് തുടങ്ങുമെന്ന് പറഞ്ഞു. എത്ര വർഷം മുമ്പ് പറഞ്ഞു? ഈ ഗവൺമെൻറ് പറഞ്ഞു. 4 വർഷം മുമ്പ് ബീവറേജ് കോർപ്പറേഷൻ 2 കോടി രൂപ അടച്ചിട്ട് കാത്തിരിക്കുക വെള്ളത്തിന്. ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടില്ല. ഇപ്പോൾ ബീവറേജ് കോർപ്പറേഷൻ വാട്ടർ അതോറിറ്റിയോട് ചോദിച്ചപ്പോൾ വാട്ടർ അതോറിറ്റി പറ, ഞങ്ങൾക്ക് വെള്ളത്തിന് സോഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് ഈ പൈസ മടക്കിത്തരാമെന്ന്. ഈ ഇത്രയും നാണം കെട്ട ഒരവസ്ഥയിൽ സർക്കാരിൻ്റെ ഒരു കോർപ്പറേഷൻ, സർക്കാരിൻ്റെ ഒരു കമ്പനിക്ക് വെള്ളം കൊടുക്കാനില്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ ഒരു ദിവസം 10 ലക്ഷം ലിറ്റർ വെള്ളം ആർക്ക് കൊടുക്കാമെന്നാണ് പറഞ്ഞത്? ഈ ഹരിയാനക്കാർക്ക് അല്ലെങ്കിൽ മധ്യപ്രദേശുകാരനായിട്ടുള്ള അഴിമതിക്കാരായ കുംഭകോണത്തിൽ പ്രതികളായി ജയിലിൽ കിടന്നിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളെ വെല്ലുവിളിക്കുകയല്ലേ? അപ്പോൾ മന്ത്രിസഭയൊക്കെ തീരുമാനിച്ചു, ശരിയാ, ഭരണഘടനാപരമായിട്ട് അതിനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷേ ഭരണഘടനാപരമായിട്ടുള്ള അവകാശം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. എന്താ അവകാശം എന്നറിയോ? ഇതിനെ പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും. അതിന് ഈ കമ്പനിയുടെ മൽഹോത്ര കുടുംബം മൊത്തമായിട്ട് വന്നാലും, പിണറായി വിജയൻ്റെ കുടുംബം മൊത്തമായിട്ട് വന്നാലും, ഈ മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളും കൂടി വന്നാലും കാല് കുത്താൻ അനുവദിക്കില്ല ഈ മണ്ണിൽ. എന്തിനു വേണ്ടി അറിയോ? ഇതൊരു രാഷ്ട്രീയമല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ പ്രശ്നം എം പി രാജേഷിനെതിരെ ആഞ്ഞടിക്കുകയാണ് വി കെ ശ്രീകണ്ഠൻ എം പി. മന്ത്രി പൊട്ടൻ കളിക്കുകയാണ്, വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് മന്ത്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അഴിമതി പണം കൈപ്പറ്റി എന്നതിൻ്റെ ഒരു തെളിവാണ് മന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണം എന്ന് പറയുകയാണ് വി കെ ശ്രീകണ്ഠൻ. ശക്തമായ ആരോപണങ്ങളാണ് എം പി രാജേഷിനെതിരെ വി കെ ശ്രീകണ്ഠൻ അവിടെ ഉയർത്തുന്നത്. ഇപ്പോൾ എം പി രാജേഷ് അല്പസമയം മുമ്പ് നടത്തിയ പ്രതികരണത്തിലേക്ക് പോകാം നമുക്ക്. പുതിയ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് വരികയാണ്. അങ്ങനെയാണ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട മദ്യനിർമ്മാണ കമ്പനി കേരളത്തിൽ അവരുടെ പ്ലാന്റ് ആരംഭിക്കുന്നതിന് അപേക്ഷ തന്നത്. നിലവിലുള്ള നിയമവും ചട്ടവും അനുസരിച്ച് സൂക്ഷ്മമായി പരിശോധിച്ച് സർക്കാർ അതിന് ശരിയായ രീതിയിൽ എല്ലാ പരിശോധനകൾക്കും ശേഷം അനുമതി നൽകി. അത്രയും സുതാര്യമായ രീതിയിൽ നടന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന വിവാദം വെറും രാഷ്ട്രീയ ലാഭം മാത്രം വെച്ചുകൊണ്ടാണ്.